ക്രിസ്ത്യാനിയാകുമ്പോൾ ഐ ഹാവ് കമ്പാഷൻ, മനസ്സലിവ്. സത്യമായിട്ടുണ്ടോ? ഇല്ല. ഒത്തിരി പേർക്ക് സിമ്പത്തിയാ. കമ്പാഷൻ ഇസ് വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് സിമ്പത്തി. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതും അവനെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഉണ്ടാവില്ലെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. That is my question to all of you who are watching. ഇന്ന് കർത്താവ് വേണ്ടി എന്തോ ചെയ്യാൻ പോകുന്നത്? The need is the call of your life. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ച ഒരു സ്പെഷ്യൽ വീക്കാണല്ലേ. വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഓൾ ദ വേ ഫ്രം UK, പാസ്റ്റർ ബ്ലെസ്സൻ. ലെറ്റ്സ് വെൽക്കം. വി ആർ സോ ഹാപ്പി. ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പാസ്റ്റർ ബ്ലെസ്സൻ രാവിലെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പിന്നെ ഒരു കാര്യമുള്ളത്, UK എന്നല്ലേ വരുന്നേ. തിരിച്ചു പോകുമ്പോൾ എലിസബത്ത് രാജ്ഞിയോട് ഞങ്ങളുടെ ബ്ലെസ്സിങ് ടുഡേയിൽ എല്ലാവരും അന്വേഷണം പറയണം. ചാൾസ് രാജകുമാരനോട് പറയണം. എവിടെയെങ്കിലും വെച്ച് കാണുമല്ലോ, മാർക്കറ്റിലോ എവിടെയെങ്കിലൊക്കെ. സ്ഥിരം കാണത്തില്ല, കാണുമ്പോൾ പറഞ്ഞേക്കാം. ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ പ്രേക്ഷകരുടെയും. നമുക്ക് ആദ്യമേ തന്നെ സ്പോൺസേഴ്സിനൊക്കെ ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ റാന്നിയിൽ നിന്ന് ജോമയാണ്. താങ്ക് യു സോ മച്ച് ജോമ. ഇന്ന് ജോമ ഇത് സ്പോൺസർ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ജോമയുടെ മാതാപിതാക്കളായ ജോയുടെയും ഓമിനയുടെയും 39th വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. ഒരു വർഷം കഴിഞ്ഞ് 40 ആവുകയാണ്. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. കർത്താവേ, ഇതുവരെ നീ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശാരീരികമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി മാറുവാൻ, സഹോദരൻ ജോബിന് ദൈവഹിത പ്രകാരം വിവാഹം നടക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. അടുത്ത നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സോ മച്ച് വെൽവിഷർ. കർത്താവേ, കുടുംബത്തിന്റെ ആത്മീയമായ വളർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളിൽ നല്ല ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വൺസ് അഗൈൻ ഓൾ സ്പോൺസേഴ്സ്. ഓൾറൈറ്റ്, നമ്മൾ കുറെ ആഴ്ചകളായിട്ട് ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് സീരീസിലായിരുന്നു. അപ്പോൾ ഷാഡോയിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ പുറത്തേക്ക് വന്നു. ഇനി ഈ ഒരാഴ്ച സ്പെഷ്യൽ വീക്കാണെന്ന് ഞാൻ പറഞ്ഞു. സോ മെയിൻ സ്പീക്കർ വിൽ ബി പാസ്റ്റർ ബ്ലെസ്സൻ. ഞങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോളാം. സോ ഗെറ്റ് റെഡി വിത്ത് യുവർ ബൈബിൾസ്. നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഒരു കട്ടൻ കാപ്പി എടുത്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് പോവാം. സോ പാസ്റ്റർ ബ്ലെസ്സൻ, എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സിമ്പത്തി ആൻഡ് കമ്പാഷൻ. വണ്ടർഫുൾ. എന്റെ മലയാളം എന്ന് പറഞ്ഞേ. സഹതാപവും മനസ്സലിവും. സഹതാപവും മനസ്സലിവും. നല്ലൊരു ടോപ്പിക് അല്ലേ? ഗെറ്റ് റെഡി. യെസ് പാസ്റ്റർ, കണ്ടിന്യൂ. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ബ്ലെസ്സിങ് ടുഡേയിൽ വരാൻ. എന്നെ വിളിച്ച വേണ്ടി നന്ദി പാസ്റ്റർ. പക്ഷേ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന മനസ്സലിവ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒത്തിരി പേര് പറയുന്നുണ്ട് ക്രിസ്ത്യാനിയാകുമ്പോൾ ഐ ഹാവ് കമ്പാഷൻ, മനസ്സലിവ്. സത്യമായിട്ടുണ്ടോ? ഇല്ല. ഒത്തിരി പേർക്ക് സിമ്പത്തിയാ. സിമ്പത്തിയും രണ്ടും ഡിഫറെന്റാ. ഐ എം ഗോയിങ് ത്രൂ പ്രോബ്ലം, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. സിമ്പത്തി. മനസ്സലിവ് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് ഐ വിൽ ഡു സംതിങ് ഫോർ യു, ഞാൻ ഒന്ന് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. ബിക്കോസ് കമ്പാഷൻ ഇസ് വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് സിമ്പത്തി. സിമ്പത്തി പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം, പിന്നെ പ്രാർത്ഥിക്കോ ഇല്ലയോ അത് മറ്റേ കാര്യം. നമ്മൾ ഒത്തിരി ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ബ്ലെസ്സിന്റെ ഫാദർ എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതിൽ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതും അവനെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഉണ്ടാവില്ലെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നതും എന്നെ കൊണ്ട് നിങ്ങൾക്ക് 10 പൈസയുടെ ഉപകാരം ഉണ്ടാകില്ലെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. എൻ്റെ അർത്ഥം പ്രാർത്ഥിച്ചോളാം വെറുതെ പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തോട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഇതല്ലേ ഉദ്ദേശിച്ചത്.
മനസ്സലിവും ഇതും തമ്മിലുള്ള ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ജീസസ് ഇൻ ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 13 he was moved with compassion. അവന് മനസ്സലിഞ്ഞിട്ട്. ഇപ്പൊ പ്രശ്നം എന്തോ വരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചോളാം, നമ്മൾ മറന്നുപോകും. നമ്മുടെ പ്രശ്നം അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സീരീസ് എടുക്കത്തില്ല. പക്ഷെ നമ്മൾ മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 49 നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് ബർത്തമിയസ്, ബർത്തമായി വിളിക്കുന്ന യേശുവെ, യേശു വിളി കേട്ടിട്ട് പ്രയാസത്തിരിക്കുന്ന വ്യക്തിന്റെ കേട്ടിട്ട് നിന്ന് ആൻഡ് he stopped. നമുക്ക് ഈ മനസ്സലിവ് ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോകാൻ വേണ്ടിയല്ല. ഈ റോഡ് സൈഡ് ആക്സിഡന്റ് ഒക്കെ നടക്കാൻ നേരം ഒത്തിരി പേര് നിന്നിട്ട് നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. കമ്പാഷൻ ഇസ് വൺ സ്റ്റെപ്പ് അഹെഡ് ടേക്കിംഗ് ആക്ഷൻ. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മിനിസ്ട്രിയില് ലിയ മിനിസ്ട്രി, നിങ്ങളുടെ ലവ് ഇൻ ആക്ഷൻ മിനിസ്ട്രി, ഈ പ്രയാസം വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ നിങ്ങൾ വെളിയിൽ ഇറങ്ങിപ്പോയി. എന്തിനാ? വീട്ടിൽ ഇരിക്കായിരുന്നു എല്ലാവർക്കും, ടി വി ഇരുന്ന് കാണാം, അയ്യോ എന്തോ നടക്കുന്നത്. പക്ഷെ ഒരു ആഗ്രഹം ദൈവം പോലെ മനസ്സലിഞ്ഞോറ് കൊണ്ട് വെളി പോയിട്ട് മറ്റവരെ സഹായിക്കാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാഷൻ. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ അകത്ത് പ്രയാസം ഇതാ, തെറ്റായിട്ട് എടുക്കല്. വി ഡോണ്ട് ഹാവ് ദാറ്റ്. വി ഹാവ് മോർ സിമ്പത്തി. പാസ്റ്റർ ഒരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിമ്പത്തി. പക്ഷെ ഇത് നമ്മുടെ പ്രയാസമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ പ്രോബ്ലം. ആ സീരിയസ്നെസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു സ്റ്റോപ്പ്? ഇപ്പൊ നാളെ ഇവിടെ വെള്ളം പൊക്കും. ഈ കൊറോണ വന്നപ്പോൾ നിങ്ങൾ ഇതെല്ലാം കേട്ട് ചർച്ച് എന്തോ ചെയ്യുന്നുണ്ട്, ലവ് ഇൻ ആക്ഷൻ എന്തോ ചെയ്യുന്നുണ്ട്. വാട്ട് ഡിഡ് യു ഡു? വാട്ട് ഡിഡ് യു? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ്. നിങ്ങൾ കാണുന്നവരുടെ അടുത്ത് ആ ചോദ്യം, ഈ രാവിലെ നിങ്ങൾ ഇന്ന് കർത്താൻ വേണ്ടി എന്തോ ചെയ്യാൻ പോകുന്നത്? യുനോ, സിമ്പതി പറ, ഞാൻ പ്രാർത്ഥിച്ചോളാം അല്ല, വാട്ട് ആക്ഷൻ ആർ യു ഗോയിങ് ടു ടേക്ക്? അപ്പോൾ അതാ എൻ്റെ ചോദ്യം. നമ്മൾ പറയുന്നുണ്ട് ചർച്ചിന് ഈ മിനിസ്ട്രി ഉണ്ട്. ചർച്ചിന്റെ മിനിസ്ട്രി അല്ല, ഞാൻ അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന, അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ ക്രിസ്ത്യാനി സഹോദരന്മാരുണ്ട്. അവരെ വെളിയിറക്കാൻ വേണ്ടി എനിക്ക് പറയാൻ നോക്കുമായിരുന്നു, മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ. ഒത്തിരി പേര് മരിച്ചു, ഒത്തിരി നമ്മുടെ പാസ്റ്റേഴ്സ് മരിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി ഇവരെ സഹായിച്ച് വെളിയെ ഇറക്കാൻ വേണ്ടി. യു ഹിയർ ദ ക്രൈ. നമ്മുടെ ചെവികൾ തുറന്നിരിക്കുവാന്നല്ലോ. God heard the cry of Israelites in the bondage. ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, നമ്മൾ മറ്റൊരെണ്ണം കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ടു ബി ക്രൈസ്റ്റ് ലൈക്ക്. അപ്പോൾ ആ കമ്പാഷൻ ഇല്ലെങ്കിൽ യു ഹവ് ലോസ്റ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നപ്പോ ഈ സിമ്പതി എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? സഹതാപം നമുക്ക് തോന്നുന്നു, നമ്മളൊന്നും ആക്ട് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. കമ്പാഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവിടെ ഇറങ്ങി രംഗത്ത് എന്ന് ആക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് എല്ലാവരും കേൾക്കുന്ന പത്രങ്ങളിൽ അയ്യോ അവിടെ മരിക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുന്നു. പക്ഷെ പാസ്റ്റർ ബ്ലെസ്സൻ ചെയ്തത് എന്താ അവിടെ പ്രാക്ടിക്കലി ചെയ്യാം, അവരെങ്ങനെ കൊണ്ടുവരാം, പ്രാക്ടിക്കലി ചെയ്യുന്നു. ഇപ്പം ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. കോൾ എടുക്കുന്നു, അവിടെ അയക്കുന്നു, പൈസ അയക്കുന്നു, ആളെ വിളിക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ റിയൽ കമ്പാഷൻ. യെസ് പാസ്റ്റർ, കണ്ടിന്യൂ. ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ ഇസ് ഡെഡ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പാഷൻ എത്ര മുമ്പിലോട്ട് പോകുന്നുണ്ട്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയായിരുന്നു ഇച്ചിരി നാള്. അവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, നോട്ട് ദ പ്രിസൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ ഒരു ജയിലറയല്ല. അപ്പോ ഹോളി സ്പിരിറ്റിന്റെ ഇതാണെങ്കിൽ, ടെമ്പിൾ ആണെങ്കിൽ, മന്ദിരമാണെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാ? ടു ബി allowing people to come and experience the presence of God. അപ്പൊ നമ്മൾ വെളിയിലോട്ട് പോകത്തില്ലെങ്കിൽ, നമ്മൾ ഹോളി സ്പിരിറ്റ് സിനോഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇഫ് പീപ്പിൾ വിൽ നോട്ട് എക്സ്പീരിയൻസ്, അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടാൻ ഒക്കത്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത്. സോ അതുകൊണ്ട് ഐ എൻകറേജ് പീപ്പിൾ, നിങ്ങളുടെ അകത്തും ഒരു കമ്പാഷൻ കാണാൻ വേണ്ടി. അപ്പം ബ്ലൈൻഡ് ബർത്തമിയസ് ഇസ് ദ ക്ലാസിക് എക്സാമ്പിൾ. ജീസസ് ഹേർഡ് ആൻഡ് ഹി സ്റ്റോപ്ഡ്. നിങ്ങൾ നിൽക്കുന്നുണ്ടോ? നാളെ തൊട്ട് നിങ്ങൾ ഈ ടി വി ചാനൽ കാണുവാണെങ്കിൽ, ഡിവോഷൻ കാണുവാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒരു ആവശ്യം കേൾക്കുമ്പോൾ യു വിൽ സ്റ്റോപ്പ് ആൻഡ് യു വിൽ മൂവ്. ഒത്തിരി പേര് പറഞ്ഞു ഐ മൂവ്ഡ്.
സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കസേരയിൽ നിന്ന് അടുത്ത കസേരയിലോട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഐ പ്രേ യു വിൽ മൂവ് ഇൻ ദ സ്പിരിറ്റ്, മൂവ് ഇൻ യുവർ വാളറ്റ്. മാർട്ടിൻ ലൂത്തർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, യു നീഡ് ടു ബി സേവ്ഡ് ഇൻ 3 areas: ഇൻ യുവർ മൈൻഡ്, ഇൻ യുവർ ഹാർട്ട് ആൻഡ് ഇൻ യുവർ വാളറ്റ്. ഒത്തിരി പേർക്ക് 2 സ്ഥലത്ത് സാൽവേഷൻ ഉണ്ട്, 3ാമത്തെ സ്ഥലത്ത് കിട്ടിയിട്ടില്ല. സോ ഐ പ്രേ ദാറ്റ് യു വിൽ മൂവ്. കമ്പാഷൻ വിൽ ബി there. There's a dying, crying humanity. They need Jesus. നമ്മൾ ഈ സ്നേഹം കാണിച്ചോണ്ടാ അവരുടെ അടുത്ത് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. With the love of Jesus Christ. John 3:16, for God so loved the world that he gave. കൊടുക്കാൻ വേണ്ടി റെഡി ആയിരുന്ന നമുക്ക് സ്നേഹം. That is true love. So the question arises to you, do you have the true love, compassion of Jesus Christ? പൗലോസ് പറയുന്നത്, for the love of Christ compels me. കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തുവേണ്ടി നിർബന്ധിക്കുന്നത്? ഇച്ചിരി അച്ചപ്പം കഴിക്കാൻ വേണ്ടിയാണോ? അല്ല, മരിക്കുന്ന ആളുകൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി. ഈ മീഡിയ മിനിസ്ട്രി എന്തിനാ നടക്കുന്നത്? മറ്റവർക്ക് കർത്താവിനെ കുറിച്ച് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വേണ്ടി നന്ദി. പക്ഷെ ഇത് ഞാൻ പറയാം, യുവർ കമ്പാഷൻ മൂവ്സ് ദ ഹാൻഡ് ഓഫ് ഗാഡ്. യുവർ കമ്പാഷൻ moves this ministry to do great and mighty things. So please don't stop. Let compassion overflow. നിങ്ങൾ തുടർന്നില്ലായിരിക്കും complete ആയിട്ട്, but you have stretched out your hands for this ministry, the compassion of God. So I pray that people will get compassion, true compassion, sympathy allade, true compassion to make an effect on this earth. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഞാൻ പറയാം, നമ്മൾ ചിലരെ വെളിയിറക്കി, അവർ കർത്താവിനെ അറിയാൻ തുടങ്ങിയുള്ള ഫുള്ളായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ ന്യൂസ് അറിഞ്ഞപ്പോൾ നമ്മൾ അവരെ സഹായിച്ചു. ഇറക്കി കഴിഞ്ഞ് നമ്മൾ ചർച്ച അവരെ കിടത്തി. ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഇവിടെ പ്രാർത്ഥന ഇരിക്കണം, എപ്പോഴും വെളി പോകാൻ ഒക്കത്തില്ല. അത് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ ചർച്ച അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം കർത്താവിനെ അറിയാൻ തുടങ്ങി. എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ സ്നേഹം റിയൽ ആയിട്ട് നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ച്, നൗ വി വോണ്ട് ടു ഫോളോ ജീസസ്. നമ്മളെല്ലാവരും പറയുന്നു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. കംപ്ലീറ്റ് ആയിട്ടാണോ ഇല്ലയോ? ടു ഷോ കമ്പാഷൻ. There is a hurting world. So we need to reach out. Yes. It's very powerful, very powerful. എനിക്ക് യേശു കർത്താവ് ഈ ഹീലിംഗ് മിനിസ്ട്രിയുടെ മുഴുവൻ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലവ് ആൻഡ് കമ്പാഷൻ ആണല്ലോ. നമ്മൾ മാത്യു 14:14 നമ്മൾ കാണും. അപ്പോൾ കർത്താവും മനസ്സലിഞ്ഞിട്ട് കൈനീട്ടി കുഷ്ഠരോഗികളെ തൊട്ടു, കുരുടരെ തൊട്ടു, പല പല ആളുകളെ തൊട്ടു. അപ്പോൾ ശരിക്കും യേശു നടന്നു പോകുമ്പോൾ ഹി വാസ് ലൈക്ക് എൻ എംബോഡിമെന്റ് ഓഫ് കമ്പാഷൻ. സിമ്പതി തോന്നിയ പലരും, ഇപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗുഡ് സമാരിറ്റൻ്റെ ആ ഒരു പാരബിൾ പറയുമ്പോൾ അതിലും ഒരു ലീവായിട്ട് ഒരു ലേവിൻ അതിലേ വന്നു, അല്ല ഒരു പ്രീസ്റ്റൊക്കെ അതിലേ പോയി, പക്ഷെ അവരൊന്നും ചെയ്തില്ല. എന്നാൽ ഈ സമാരിറ്റൻ മാൻ ശരിക്കും വരേണ്ട ആവശ്യവുമില്ല, അവർ തമ്മിൽ അധികം അസോസിയേഷനും ഇല്ല. പക്ഷെ അദ്ദേഹമാണ് റീച്ച് ഔട്ട് ചെയ്ത് ഇയാളെ എടുക്കുന്നത്. സോ ക്യാൻ ബി പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, ഈ ലവിൻ്റെ ഒരു എന്താ പറയുക പ്രാക്ടിക്കൽ സൈഡിലോട്ട് നമുക്ക് ഈ കമ്പാഷൻ കൊണ്ടുവരാൻ പറ്റില്ലേ? അല്ലേ? സ്നേഹം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ലവ് ആൻഡ് കമ്പാഷൻ അതാണല്ലോ അത്. അപ്പോൾ ലവ് പ്രാക്ടിക്കൽ ഇതിലേക്ക് വരുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കമ്പാഷനായിട്ട് മാറുന്നത്. പ്ലസ് ഇപ്പോൾ കർത്താവ് സ്വർഗത്തിലിരുന്ന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യർ കരയും. ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞ് കരച്ചില്ല, അതുപോലെ ലോകം മുഴുവൻ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ ഒത്തിരി പ്രാർത്ഥനയൊക്കെ ഇവിടെ വരുന്നുണ്ട്, നമുക്കും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ പകരം കർത്താവ് പറഞ്ഞു, സെൻഡ് മീ, ഐ വിൽ ഗോ. അല്ലേ, ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇങ്ങോട്ട് പോന്നു ബെത്ലഹേമിൽ നമ്മളുടെ ഉപ്പായ എടുത്തിട്ട് നമ്മുടെ എർത്ത് സ്യൂട്ട് എടുത്തിട്ട് നമ്മളെപ്പോലെയായി കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അങ്ങ് മരിച്ചു. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഒരു കമ്പാഷൻ്റെ ഡെമോൺസ്ട്രേഷൻ വേറെ ഉണ്ടോ? ജീസസിന്റെ ലൈഫിൽ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോഴും ഇപ്പം ആ ജീസസിന്റെ ബ്രെഡ് മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത് 3 ദിവസമായിട്ട് ജനങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ശിഷ്യന്മാര് പറയണം, അവരെ പറഞ്ഞയക്കും. പക്ഷെ ജീസസിന്റെ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, മനസ്സലിഞ്ഞു. കർത്താവ് മനസ്സലിഞ്ഞു. എന്നിട്ട് പിന്നെ ആക്ഷനിലോട്ട് പോയി, ഫാസ്റ്റ് പറഞ്ഞ പോലെ.
അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൈഡിലോട്ട് ക്രിസ്ത്യൻ ലൈഫ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒന്നിനും മീനിങ്ലെസ് ആയിട്ട് മാറുവാണ്. കംപ്ലീറ്റ്ലി എല്ലാം മീനിങ്ലെസ് ആയിട്ട് മാറും. അപ്പോൾ പാസ്റ്റർ ബ്ലസ്സും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോടുകൂടി പറയുകയാണ്. ഇപ്പം നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ഈ മീറ്റിങ്ങുകളെല്ലാം നടക്കുന്നു, നമ്മൾ അതിൽ പങ്കുകാരാകുന്നു, നമ്മൾ ഒത്തിരി ബ്ലെസ്ഡ് ആകുന്നു. പല ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോക്ക്ഡൗൺ സീസണിലൊക്കെ ഇവൻ പാസ്റ്റർ ബ്ലസ്സും തന്നെ എത്ര പ്രാവശ്യം സ്ക്രീനിൽ വന്നു, സൂമിലും അല്ലെ വീഡിയോയിലൊക്കെ എത്രയോ പ്രാവശ്യം UK ഇരുന്നുകൊണ്ട് ശുശ്രൂഷിച്ചു. ഇതുപോലെ പല ദൈവദാസന്മാരും. വി ആർ റിയലി ബ്ലെസ്ഡ്. ബട്ട് വാട്ട് ആർ വി ഡൂയിങ് ഫോർ ദ ഹേർട്ടിംഗ് വേൾഡ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 7 ദിവസം ഫാസ്റ്റിങ്ങിലായിരുന്നു, അന്നൊക്കെ നമ്മളിങ്ങനെ ഒരു സീസൺ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ? ഒരു സീസൺ ഓഫ് റിഫ്രഷിങ്, ദർ ഇസ് എ ഷിഫ്റ്റ്. എനിക്ക് വന്ന് പാസ്റ്റർ ബ്ലെസ്സിനൊക്കെ വന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ ഐ തിങ്ക് ഈ ബ്ലെസ്സിംഗ് ടുഡേയിലായാൽ പോലും വളരെയധികം എന്തോ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ അവർ ലൈഫ് ഈസ് വെരി ഷോർട്ട് കമ്പയർഡ് ടു ഇറ്റേണിറ്റി അല്ലേ? ഇപ്പോൾ ഈ ഇത് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടിപ്പ് പോലും ഇല്ല നമ്മുടെ ഈ ഭൂമിയിലെ ലൈഫ് ഇറ്റേണിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത്. ഇതൊരു അൺഎൻഡിങ് ആണ്, ഇതിങ്ങനെ പോവുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറ്റേണിറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പാസ്റ്റർ ബ്ലസ് ഞാൻ ചോദിക്കുകയാണ്, ഈ അതിന് ചില പ്രാക്ടിക്കൽ ഉദാഹരണങ്ങൾ കൂടെ തരാമോ? അതായത് ഈ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രാക്ടിക്കലി? പ്രത്യേകിച്ച് ഇതധികം മലയാളികളാണല്ലോ കേൾക്കുന്നത്, ലോകമെമ്പാടുള്ള മലയാളികളെ കേൾക്കുന്നത്. ഒരു ഫാമിലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സഭയിൽ എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സിമ്പിൾ പ്രയർ, ലോർഡ് ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട്. ഓ, ഒന്ന് പറഞ്ഞേ. നിന്റെ ഹൃദയത്തെ, അങ്ങയുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന അല്ലെങ്കിൽ അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ എന്റെ ഹൃദയത്തെയും മുറിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ നുറുക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെയും നുറുക്കണമേ. അതാണ് ദൈവത്തിന് ഭാരമുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലും ഭാരമായിട്ട് വരട്ടെ. ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ എൻ്റെ ചോദ്യം അടുത്ത ഇതാ, പാസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് എന്തോ ചെയ്യാൻ നോക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കൂ. നമ്മുടെ ചർച്ചിൽ നമുക്ക് എത്ര ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ എനിക്കറിയാം ഒത്തിരി പേരുടെ ചർച്ച സൂമിൽ നടക്കാൻ നേരം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. തെറ്റായിട്ട് എടുക്കല്ലേ, നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ദൈവദാസനെ നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട്, നിങ്ങളെ സന്തോഷിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ചർച്ചിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അറ്റൻഡ് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ലവ് ഇൻ ആക്ഷൻ മിനിസ്ട്രി ആവശ്യങ്ങളുണ്ട്. വി ക്യാൻ ബിക്കം ദ ഹാൻഡ് ആൻഡ് ഫീറ്റ് ഓഫ് ജീസസ്. എൻ്റെ മിനിസ്ട്രിന്റെ ലോഗോ ബീങ് ദ ഹാൻഡ് ആൻഡ് ഫീറ്റ് ഓഫ് ജീസസ്. വേറെവർ ഐ ക്യാൻ ബി, എവിടെയൊക്കെ എനിക്ക് ചെയ്യാൻ ഒക്കുമെന്നോ ഞാൻ ചെയ്യും. ബ്രേക്കിംഗ് ഓൾ ബൗണ്ടറീസ്. ഞാൻ ചില രാജ്യങ്ങളൊക്കെ പോകുന്ന ഒരു രാജ്യമുണ്ട്, യമൻ. 10 മിനിറ്റിൽ ഒരു കുഞ്ഞ് മരിക്കുന്നുണ്ട് ആഹാരം ഇല്ലാതെ. എവറി 10 minutes 1 child dies. ഫുഡില്ലാതെ. ഞാൻ അവിടെ പോയപ്പോൾ ഒരു കുഞ്ഞിന് $1 കൊടുത്തു. ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞ, $1 വേണ്ട എനിക്ക്, ഐ ഡോണ്ട് നീഡ് ദാറ്റ് $1. ഗിവ് മീ 1 water bottle. ഞാൻ പറഞ്ഞു $1 യു ക്യാൻ ബൈ 10 bottles. നോ 1 bottle. റോഡ് സൈഡിൽ ഞാൻ മരിച്ചിരിക്കുന്ന പിള്ളേരെ കണ്ട്, ഡെഡ് ലെഫ്റ്റ് ഓൺ ദ റോഡ് സൈഡ്. നൈറ്റ്മെയർ. ലോർഡ് ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട്. ഈ നാട്ടിൽ തന്നെ എത്ര ആവശ്യങ്ങളുണ്ട്. ക്യാൻ യു ബിക്കം ദ ഹാൻഡ് ആൻഡ് ഫീറ്റ് ഓഫ് ജീസസ് ഇൻ ദിസ് പ്ലേസ്? നമുക്കുണ്ട് ഈ ഓപ്പർച്യൂണിറ്റി. വി നോ ദ ലവ് ഓഫ് ജീസസ്. നമുക്ക് കർത്താവിൻ്റെ സ്നേഹം അറിയാം, നമുക്ക് കർത്താവിൻ്റെ സ്നേഹം മറ്റവർക്ക് കാണിക്കാൻ നോക്കും. ഈ ചർച്ചായിട്ട് നിങ്ങളുടെ കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ നോക്കുന്നത്? വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് എൻ എഫക്ട് ഓൺ ദിസ് എർത്ത്? We are going to fill this earth with the glory of God. Amen. It's not the devil who's going to rule and reign. We will rule and reign. Amen. So I believe ഈ കമ്പാഷൻ പറയുമ്പോൾ ദൈവമേ ഞാൻ എന്തോ ചെയ്യണം, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി
മറ്റവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ദൈവമേ പാസ്റ്റർ ഡാമിയൻ്റെ അടുത്ത് സംസാരിക്കാം, ഇല്ലെങ്കിൽ പാസ്റ്ററെ ദൈവമേ മറ്റേ ആരുടെ സംസാരിക്കും. Isaiah says, me of unclean lips. What is your responsibility? അതാ ചോദ്യം. ഞാൻ ഇന്ന് എന്തോ ചെയ്യാൻ നോക്കുന്നത്? നാളെ എണ്ണിക്കുമ്പോൾ ദൈവം ഞാൻ നാളെ എന്തോ ചെയ്യാൻ നോക്കുന്നത്? To make an effect that somebody needs to know that Jesus, the God I serve, ഞാൻ സേവിക്കുന്ന ദൈവം സത്യമായ ദൈവമാ, ജീവിക്കുന്ന ദൈവമാ, and he rules and reigns. He is the King of Kings and the Lord of Lords. So I pray you can feed the hungry. Yes. You can take care of the lepers. You may not be able to go to nations. You may not be able to go to Palagad or somewhere else. But love in action goes there. This ministry goes out to reach people who do not know about Jesus even. So jump in and say, I'm going to swim in the river. You have a choice. Ankle deep, knee deep, waist deep. Or swim in it. Your choice. What do you want to do? So compassion will make you go in it. അപ്പോൾ ഇന്നിൻ്റെ ചോദ്യം ഇതാ, നിങ്ങൾ അകത്തോട്ട് കയറി ഒരു കൈവെളി വെച്ചിട്ടല്ല, കംപ്ലീറ്റ് ആയിട്ട് അകത്ത് കയറിയിട്ട് എന്തോ ചെയ്യാൻ നോക്കുന്നത്. വാട്ട് ക്യാൻ യു ഡു ടു ചേഞ്ച് ദ ലൈഫ് ഓഫ് പീപ്പിൾ? ഒത്തിരി പേർക്ക് കർത്താവിനെ കുറിച്ച് അറിയത്തില്ല. മൈ ഹാർട്ട് ഇസ് ദാറ്റ്സ് വാട്ട് ഇസ് മൈ ഹാർട്ട്. ഞാൻ കളിയാക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ, യുനോ എവറിബഡി തിങ്സ് ഞാൻ യാത്ര ചെയ്യാതെ ഇരുന്നുകൊണ്ട് മൈ പാസ്പോർട്ട് തിങ്സ് ഐ എം അറസ്റ്റഡ് ബിക്കോസ് ഐ ഹാവ് നോട്ട് ട്രാവൽഡ് ഫോർ 1.5 years. പക്ഷെ ഇപ്പം ദൈവം വഴി തുറന്ന് എനിക്ക് ഇവിടെ വരാനൊത്ത്. ബട്ട് ഇൻ ദിസ് ടൈം ഈവൻ ഞാൻ മിണ്ടാതെ ഇരുന്നില്ല. ഐ വാസ് പ്രീച്ചിങ്. ഞാൻ രാജ്യങ്ങളിൽ നമ്മുടെ ചില ദൈവദാസന്മാരെ ഉപയോഗിച്ച് വേല ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ എനിക്ക് പോകത്തില്ല, പക്ഷെ നമ്മുടെ ദൈവദാസന്മാർ അവിടെ ഉണ്ട്. ആൻഡ് വി വർക്ക്ഡ് വിത്ത് ദം ഫീഡിങ്. ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചത് എന്തോ അതിൻ്റെ അടുത്ത്, പാസ്റ്ററെ തണുപ്പാ ഇവിടെ മൊത്തം, ജാക്കറ്റ് ഇല്ല. അഫ്ഗാനിസ്ഥാനില് അവരെ നമ്മൾ ഇറക്കുന്നവർക്ക് തുണിയില്ല, അവരെ ഓടിപ്പിക്കുക നമ്മൾ. വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ദം ഔട്ട്. ഹൗ വി ആർ ഗെറ്റിംഗ് ദം ഔട്ട്? ഇറ്റ്സ് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ്. നോ ക്ലോത്ത്സ്, നത്തിങ്. So my job is now to become the hand and feet of Jesus. Your job is to become the hand and feet of Jesus. When you see, it's not seeing, it's even hearing. It's not only hearing, but it's stopping. It's not only stopping, but doing something. Classic example, the lame man sitting by the beautiful gate. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിലിരിക്കുന്ന മുടന്തൻ. What will you give me? Silver and gold have I none. But what I have, ഇങ്ങോട്ട് നോക്കിക്കോ, ഞാൻ കൊടുക്കാൻ പോകുന്നത്. പത്രോസും യോഹന്നാനും, അതെ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ ഞങ്ങൾ നോക്കാൻ പറയുന്നു, ഞങ്ങൾക്കുള്ളത് തരുന്നു. എക്സ്പെക്ടേഷൻ. കമ്പാഷൻ വിൽ ക്രിയേറ്റ് എക്സ്പെക്ടേഷൻ. നമ്മുടെ അകത്ത് അതുണ്ടോ? ദാറ്റ് വി വിൽ ക്രിയേറ്റ്. നിങ്ങളുടെ ചർച്ചിൽ ചിലർ വരുന്നുണ്ടായിരിക്കും ആവശ്യമുള്ള. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും പ്രവചിക്കാൻ ആഗ്രഹമുണ്ട്, തെറ്റായിട്ട് എടുക്കല്ലോ പ്ലീസ്. ബട്ട് ബിഫോർ യു സ്റ്റാർട്ട് ടു പ്രൊഫസൈ, ആസ്ക് ദ ലോർഡ്, whose life can I change? More than words, Lord, let me put it into action and change their lives. A child may not have glasses. One of the kid in our church, the mother could not even pay for the glasses. കണ്ണാടി സ്പെക്സ് ഇല്ല. സ്പെക്സ് മേടിക്കാൻ പൈസ ഇല്ല. പക്ഷെ അത് ഞാൻ അറിഞ്ഞപ്പോ പോയി മേടിച്ചു കൊടുക്കുമായിരുന്നു. 5 മാസം ഒരാളുടെ വീടിന്റെ റെന്റ് കൊടുത്തു. അതെന്തിനാ ഞാൻ കൊടുക്കാൻ പോയത്? ഇറ്റ്സ് കമ്പാഷൻ. നമുക്കറിയാം അവർ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു നമ്മുടെ ചർച്ചിൽ. നമുക്കറിയാം അവർ കർത്താവിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അവരുടെ ജോലി പോയതാ. അവരുടെ ജോലി പോയതുകൊണ്ടാ. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ റെന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തലവേദനയായി മാറും. പക്ഷെ നമുക്കറിയാം they are genuine. അതുകൊണ്ടാണ് നമുക്കിപ്പോ ആഹാരം എല്ലാവർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. We can take care of certain people. പറ്റുന്നത്ര നമുക്ക് ചെയ്യാൻ ഒക്കും, നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ ഒക്കും. ബിക്കോസ് ഐ കാൻ ഡു ഇറ്റ് ബൈ മൈസെൽഫ്. ഫാസ്റ്ററിനെ ചെയ്യാൻ ഒക്കത്തില്ല, ബ്ലെസ്സിംഗ് മിനിസ്ട്രിനെ ചെയ്യാൻ ഒക്കത്തില്ല മൊത്തമായിട്ട്. സോ യു നീഡ് ടു ടീം വർക്ക്. ഒരു ടീമാണ്. ടീമിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം. TEAM, together each achieve more. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഒരുമിച്ച് നിൽക്കുക.
ഞാൻ പാസ്റ്റർ ബ്ലസ്സം പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു, നമ്മുടെ ലിയയിലെ പല ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ കൊറോണ ഉണ്ടായിരുന്ന സമയത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്, ഓരോ നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ, ഏറ്റവും അവസാനം നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റാണ് ഡിജിറ്റൽ ചാലഞ്ച്. ഓർക്കുന്നുണ്ട്? ഒത്തിരി കുട്ടികൾക്ക് കേരളത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ല, കാരണം എല്ലാവരും വീടുകളിലല്ലേ, സ്കൂളുകളെല്ലാം, കാരണം സ്കൂൾ ക്ലോസ്ഡ് അല്ലേ, അപ്പോൾ അവർക്ക് ഒരു മൊബൈൽ ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഇട്ടു, 500 കുട്ടികൾക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അത്ര പറ്റിയില്ല, 60 നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പുറത്താരോടും പറയേണ്ട, ഫണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇനിയും റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈവൻ നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും പല കുട്ടികൾക്കും 1-2 കുട്ടികളുണ്ട്, 2 ക്ലാസ്സിലാണ്, 2 സൂം ലിങ്ക് കിട്ടും, 2 ക്ലാസ്സിൽ അവർക്ക്, അപ്പോൾ 2 ഡിവൈസ് വേണം. സോ നീഡ് ഈസ് ദെയർ. പലരുടെയും വീടുകളിൽ ചിലപ്പോൾ വെറുതെ പഴയതൊക്കെ ഇരിപ്പുണ്ടാവും, അതെങ്കിലും എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനിയും ഇപ്പോൾ അങ്ങനൊരു മെസ്സേജ് പരിശുദ്ധാത്മാവ് ദേവദാസരിലൂടെ നമുക്ക് തന്നെങ്കിൽ, ഏതായാലും എനിക്കൊരു ഉണർവായി, റിയലി എനിക്കൊരു ഉണർവായി, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യട്ടെ പാസ്റ്ററെ, ബിഫോർ ഐ the need is the call of your life. Okay, that is amazing. ഒരു ആവശ്യമാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഒരു ആവശ്യം കണ്ടുമ്പോൾ നമ്മൾ ഉണരുകയാണെങ്കിൽ that is God's call. ശരിയാ. ഇപ്പൊ എല്ലാരും നോക്കുന്ന പുൾപിറ്റ് കിട്ടണം, പ്രസംഗം. ദൈവം, നമ്മൾ ചർച്ച് ക്ലീൻ അല്ലെങ്കിൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ, നമ്മളത് തൂത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വിളിയായി മാറും. യെസ്, വെരി പവർഫുൾ. ഈ വലിയ വാതില്, it opens on little hinges. Big doors open on little hinges. വലിയ വാതിലുകൾ ചെറിയ വിജാഗിരിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്, അതിലാണ് തിരിയുന്നത്. So little things you do, God opens big doors for us. Wonderful. Amen. Very powerful. I am fully charged. My batteries are full. Hallelujah. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് കൈനീട്ടിക്കും, നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, നിന്റെ ദാസനിലൂടെ വളരെ ടച്ചിങ് ആയി, വളരെ ചാലഞ്ചിങ് ആയ ഒരു സന്ദേശം ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ ലവ് ഇൻ ആക്ഷൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവെ കഴിഞ്ഞ അനേക വർഷങ്ങളേക്കാൾ അതിശക്തമായി മുന്നിലേക്ക് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇടയ്ക്കൊക്കെ അലസമായി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നാളുകളിൽ അനേക രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാക്കി കർത്താവെ ലവ് ഇൻ ആക്ഷൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈനീട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ വിടുതലുകൾ ഇപ്പോൾ അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുള്ള ഒരു പനിയുള്ള ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അതുപോലെ ഒരു കണ്ണിന് കാഴ്ച വല്ലാതെ കുറയുന്നു, പെയിനുണ്ട്, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ജീസസ് നെയിം. ബ്രെയിനിൽ തകരാറുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ ചില പൈശാചിക രോഗബന്ധനങ്ങളാൽ ഭാരപ്പെടുന്ന ചിലരെയും കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. ആമേൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്ന് കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന പ്രത്യേകിച്ച് ആവശ്യമുള്ളവർ പ്രയർ ലൈനിൽ ദയവായി വിളിക്കുക. ഇന്ന് വൈകിട്ടുള്ള ഹോം ഫെലോഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.